ഇല്ലാതെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബംഗ്ലാദേശിയുടെ തിരുവനന്തപുരം കൊച്ചിയിലെ കുടിയില്ലേ എങ്ങനെ ആധാർ കാർഡ് കിട്ടിയത്? ഒരു പിടിയില്ല അളിയ. ഇത് അളിയ നിനക്ക് ഓർമ്മയില്ലേ പട്ടിയുടെ പൂച്ചയുടെ എനിക്കോട് സണ്ണി ലിയോണിയുടെ ഒക്കെ ആധാർ കാർഡ് ഫോട്ടോ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ വേറെ ഫോട്ടോ കൊടുത്തേക്കുന്നത് ഇത്. അതുപോലെടാ എനിക്ക് തോന്നുന്നു ഈ ഈ സർവീസ് സെന്റേഴ്സ് ഒക്കെ കാണുമല്ലേ, CSC സെന്റേഴ്സ് ഒക്കെ, അവന്മാരൊക്കെ മിക്കവാറും പൈസ മറിച്ചിട്ട് ചെയ്യുന്ന പരിപാടി ആയിരിക്കും ഇത്. എൻറോൾമെന്റ് സെന്റർ വഴി അല്ലേ ഇത് മൊത്തം പോകുന്നത്. എവിടെ എൻറോൾമെന്റ് സെന്ററിലാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മള് താമസിക്കുന്ന ഡീറ്റെയിൽസ് ഫോർജ്ഡ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഇവർക്ക് ബംഗാള സൈഡിലൊക്കെ ആയിരിക്കുമല്ലോ ഇതിന്റെ ഒരു ഇത്, അവിടെ എവിടെയെങ്കിലും റിലേറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെ ആയിരിക്കണം, അല്ലെ കംപ്ലീറ്റ്ലി ഫോർജ്ഡ് ആയിരിക്കും. ഇപ്പം ഫോർജ്ഡ് ആയിട്ടുള്ള സാധനം കൊടുത്തെന്ന് പറഞ്ഞാലും ഇതില് ഒരു ബാക്ക്വേർഡ് ചെക്കിംഗ് ഉണ്ടോ ഈ ആധാറിന്റെ ഇതിൽ എൻറോൾ ചെയ്യുമ്പോൾ? എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ എങ്ങനെയാന്നുള്ളത്. ഫുള്ളി ഒരു പോലീസ് എൻക്വയറി പോലെ പാസ്പോർട്ട് പോലൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും. അപ്പം പിന്നെ എല്ലാം അല്ല ഞാനൊക്കെ പണ്ട് ഞാനൊക്കെ എൻറോൾമെന്റ് ചെയ്യാൻ പോകുമ്പോഴേ നമ്മുടെ വീട്ടിലെ ഇത്ര ലിസ്റ്റ് കൊടുത്തിരുന്നു, ഇത്ര പേര് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട്, അവർ ഇന്ന സെന്ററിൽ ചെല്ലണം. ആദ്യം ആധാർ ഇറങ്ങിയ സമയത്ത് നമ്മൾ ക്യൂ നിന്നിട്ട് പോയി. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്നു. നമുക്ക് എന്താ നമ്മുടെ ഏതാണ്ട് എനിക്ക് റേഷൻ കാർഡിന്റെ കോപ്പി അങ്ങനെയാണ് ഞാനൊന്ന് നമുക്ക് വോട്ടേഴ്സ് ഐ ഡി അങ്ങനെ കൊണ്ടുപോയത്. അല്ല ഇവര് ലിസ്റ്റ് തരും, ഇവര് മറ്റേ ഒരു നമ്പർ തരുന്നത് ചീട്ട് പോലെ സാധനം, അതുകൊണ്ട് പോകണമായിരുന്നു. അതായിരുന്നു പ്രൂഫ്. അന്നത്തെ സമയത്തൊക്കെ ആയിരിക്കും അത് ഇനിഷ്യലി ഉള്ള ടൈമിലുള്ള ഇതായിരിക്കും. എടാ സിസ്റ്റത്തിനെ എത്ര ക്രാക്ക് പ്രൂഫ് ആക്കാൻ നോക്കിയാലും there will be some people who always cracks the system. ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഇതൊരു ഭയങ്കര സെക്യൂരിറ്റി ത്രെട്ടാ. അതൊരു രാജ്യം എന്നൊക്കെ ലെവലിൽ നോക്കുമ്പോൾ ഇന്റഗ്രിറ്റിക്ക് പ്രശ്നമായി. ഇപ്പം ഇന്നലെ തന്നെ മറ്റേ US ഇങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്തതിന് വലിയ പ്രശ്നം നടക്കുന്നില്ല. സിമിലർ ഇഷ്യൂ ആണ്. ഇന്നിപ്പോ ഞാൻ പത്രത്തിൽ രാവിലെ വായിച്ചിട്ട് ബംഗ്ലാദേശില് വീണ്ടും റൈറ്റും പരിപാടിയൊക്കെ ബുൾഡോസറൊക്കെ വെച്ച് പൊളിക്കുന്നുടാ. മുസ്തഫയോ അങ്ങനെ കണ്ടെന്ന് തോന്നുന്നു പേര്. എലക്ഷൻ എനിക്ക് തോന്നുന്നത് എലക്ഷനായിട്ട് നടന്നോ അതോ അവരുടെ എന്താ പറഞ്ഞേ കൗൺസിൽ എല്ലാം തെരഞ്ഞെടുക്കുക അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട്. എലക്ഷൻ ലെവലിലായിരുന്നു എന്തോ എനിക്കും അറിയത്തില്ല. പുള്ളിയാണ് ഇപ്പോഴും. ഇന്നലെ എനിക്ക് തോന്നുന്നു ഷെയ്ഖ് ഹസീനയുടെ ഒരു ലൈവ് എന്തോ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അത് കഴിഞ്ഞപ്പോൾ കണ്ടവന്മാർക്ക് ഭ്രാന്തിളകി ബുൾഡോസർ കൊണ്ടുവന്നെല്ലാം പൊളിച്ചതൊക്കെ. അവരേതാണ്ട് പറഞ്ഞെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞാൽ തോന്നുന്നു. അവരുടെ വീടും ഈ അവാമി ലീഗിന്റെ കുറെ അമ്മമാരുടെ വീടും പിന്നെ മറ്റേ ഇവരുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ നമ്മുടെ ഗാന്ധിജി പോലെ രാഷ്ട്രപിതാവ്, പുള്ളിക്കാരന്റെ പ്രതിമയും. അതെ 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 മുജീബുർ റഹ്മാൻ അതന്നെ. മൊത്തം പൊളിച്ച് ബുൾഡോസറും വെച്ച് പൊളിച്ച് കത്തിച്ച്. അല്ല ഇന്നലെ വേറെയും പൊളിച്ചു. അവാമി ലീഗിന്റെ ഓഫീസും ഇവരുടെ വീടും ഏതാണ്ട് വേറെ കണ്ടുണ്ടായിരുന്നടാ, അതും എല്ലാം പൊളിച്ച്. എന്ത് തീയിട്ട്. പക്ഷെ വേറെ കാര്യം ചൈന വേറെ സീന. ഇവിടെ പക്ഷെ വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ബംഗ്ലാദേശ് ആക്ച്വലി ക്ലോത്തിങ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിലെ ഒരു ഇതായിട്ട് വരുമായിരുന്നു. അവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ചീപ്പാണ് ലേബർ, അതാണ് ബേസിക്കലി കാര്യം. പക്ഷേ മൊത്തം അവിടെ ആയിരുന്നടാ ഈ വലിയ ബ്രാൻഡുകളും. അല്ല വലിയ ബ്രാൻഡുകൾക്കെല്ലാം അവിടെ ഇതുണ്ടായിരുന്നടാ, സബ്സിഡറി പോലത്തെ സെറ്റപ്പും കോൺട്രാക്ട് ഉണ്ടല്ലോ അവിടെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു തീരുമാനമായി തോന്നിപ്പോ. എല്ലായിടത്തും പ്രശ്നം സംവരണമാളിയായി. സംവരണം ഞാൻ കണ്ടിട്ട് എൻ്റെ ഒരു ഐഡിയ ആണ്, കാസ്റ്റിന്റെ ബേസിലൊന്നും ആവില്ല. ഈ പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ബേസിലാകണം. അല്ലാതെ പണ്ട് എൻ്റെ മുത്തച്ഛൻ അതായിരുന്നു പറഞ്ഞു ചെയ്താല് അത് നടക്കത്തില്ല. എടാ അത് വേണം. ലെറ്റ്സ് സേ ഇപ്പൊ നീ അങ്ങനെ സംവരണം എല്ലാം കൊടുത്തിട്ട് നിന്റെ ഫാമിലി ഇപ്പം നല്ല രീതിയിലായി, ഗവൺമെന്റ് സർവീസിലും എല്ലാം ആയി,
പിള്ളേരെല്ലാം നല്ല രീതിയിലായി. പിന്നെയും പിന്നെ പിള്ളേരെ നെക്സ്റ്റ് കൊടുക്കണ്ടായിരുന്നു. അതെ, പിന്നെ അവര് വന്നിരുന്നു അതിന്റെ ശരി കാര്യമില്ല. പിന്നെ പിന്നെ ഫിനാൻഷ്യലി അതെ അതിനാണ് ത്രീ വീലർ എന്ന് പറഞ്ഞ കൂടുതൽ കൊണ്ടുവന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പഴയ പറഞ്ഞോടാ. EWS എന്ന് പറഞ്ഞ എക്കണോമിക് വീക്ക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, ഇപ്പൊ പുതിയ കൊണ്ടുവന്നത്. നമ്മുടെ അതിനകത്ത് കൊണ്ടുവരുന്ന പൊളിറ്റിക്സ് ഉണ്ടല്ലോ, നമ്മൾ ഭയങ്കര പാർട്ടി ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും വർഷമായിട്ടുള്ള പെട്ടെന്നൊരു സഡൻ ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പ്രശ്നം. പാർട്ടിയിലും അത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അതിനുള്ള എഫക്ട് ഭയങ്കരമായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം മൊത്തം. എടാ ഇത് വേണം വേണ്ടെന്നല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു കേസിൽ പറയുവാണെങ്കിൽ അതിപ്പം നീ ഇപ്പം ഏത് ജാതി എന്നാന്ന് പറഞ്ഞാലും കൈ ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഭവം. അതിൽ ജാതി ഒന്നും നോക്കണമെന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാടാ പൈസ എക്കണോമിക്കലി വീക്കർ സെക്ഷന് എന്തായാലും കൊടുക്കണം, അതിന് സംശയമൊന്നുമില്ല. അതായിരിക്കും ഒരു നല്ല. അതിപ്പോ കുറെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അല്ല, ഇന്ത്യ മൊത്തത്തിൽ അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ഇത് മൊത്തം ഇന്ത്യയിലെ പൊളിറ്റിക്സ്. കഴിഞ്ഞ ഇടയ്ക്ക് ഏതോ UPSC തന്നെയാണ് നമ്മുടെ എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ ഫോർജ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ ജോലി. എടാ മറ്റേ കളക്ടറല്ലേ പൂജ കേക്കറോ? അവരെ ഇതാണ് മറ്റേ വിഷ്വലി ഇമ്പയർഡ് ആണെന്ന് പറഞ്ഞത്. അവരും ഫിസിക്കലി ഇമ്പയർഡ് ആണ്. അത് വേറൊരു കേസ് ഉണ്ടായിരുന്നു. അത് എക്കണോമിക് വീക്കർ സെക്ഷന്റെ സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്ത് കൊടുത്തു. അതിന് പ്രശ്നം ഉണ്ടായില്ല. എല്ലായിടത്തും ഈവൻ ടോപ്പ് IAS എന്നൊക്കെ പറഞ്ഞത് വരെ പ്രശ്നമുണ്ട്. ഒന്നുമില്ലായിരുന്നു. മറ്റേ പൂജ കേക്കറിന്റെ കേസിൽ അവര് വെറുതെ അവരെ പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നു. അവര് സർവീസിൽ കാണൂടെ, വീട് വേണമെന്നൊക്കെ പറഞ്ഞായിട്ട് പ്രശ്നം ഉണ്ടാക്കി കളക്ടർ കംപ്ലൈന്റ് കൊടുത്തല്ലേ വെട്ടുപോയത്, അസിസ്റ്റന്റ് കളക്ടർ. ഇല്ലായിരുന്നുണ്ടായിരുന്ന ഇതൊന്നും ആരും അറിയത്തില്ലായിരുന്നു. അല്ല, പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നല്ലോ അവർക്ക്. അവരുടെ സർവീസിൽ തന്നെ കണ്ടായിരുന്നു ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പം പിന്നെ ഹോട്ട് ടോപ്പിക് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ഡീപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്. ഭയങ്കര ചർച്ചയൊക്കെ ഒരു സൈഡിൽ നടക്കും. ഉള്ള കാര്യം പറയാമല്ലോ, പ്രതിപക്ഷം പറഞ്ഞല്ലോ അവന്മാര് മൈൻഡ് ചെയ്യത്തില്ല. അതെ, അതാണ് പ്രശ്നം. പിന്നെ ഈ ഒരു കേസില് ഇന്ത്യ മേ ബി അങ്ങനെ ചെയ്യരുതായിരുന്നു എല്ലാം പറയാം. ബട്ട് അറ്റ് ദി എൻഡ് ഇന്ത്യ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് അവരുടെ കൺട്രിയുടെ കാര്യമായിട്ടായിരിക്കും. ഇന്ത്യയിൽ കുറെ ആൾക്കാർ വന്ന് കുടിയേറി റിപ്പോർട്ട് ചെയ്യും. പിന്നെ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരിച്ചിരി അതിന് വേണേൽ പ്രതിഷേധം അറിയിക്കാം എന്നത് മാത്രമേ എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. പക്ഷേ ഇനി അവരങ്ങനെ ചെയ്യാത്ത കൂടായില്ലെന്നും പറയാനൊക്കത്തില്ല. അവരുടെ കൺട്രി, അവരുടെ റൂള്. അവരുടെ കണ്ണി നോക്കാൻ നേരം എന്താ പറയാ, ഇല്ലീഗലായിട്ട് വന്നവര് അവര് പറഞ്ഞു വിടും. അതെ. എടാ അതില് ഇന്നും പത്രത്തിലൊക്കെ വായിച്ചായിരുന്നു. എടാ ഇത് മൊത്തം നമ്മളില്ല, എന്താ പറയുന്നേ, ഷാറുഖ് ഖാന്റെ പടം ഉണ്ടായിരുന്നല്ലോ, ഡങ്കി അടിച്ചു പോലെ, ഡങ്കി. എടാ 40-40 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഈ പഞ്ചാബിൽ നിന്നൊക്കെ പോയ ആൾക്കാരാടാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോടി രൂപ കൊടുത്തു. എനിക്കറിയത്തില്ല. സത്യം. എടാ ഇതിൽ 40 ലക്ഷം രൂപയൊക്കെ വീടും അതും ഇതെല്ലാം പണയം വെച്ചൊക്കെ കൊടുത്തെന്നാ പറഞ്ഞത്. ഇത്രയൊക്കെ കൊടുത്ത് അങ്ങോട്ട് പോയാൽ എനിക്കും അറിയത്തില്ല എന്താണ് മോട്ടീവ് എന്നുള്ളത്. അത്രയും പൈസ കൊണ്ട് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അഥവാ ഇനി അത്രയും നീ ചെയ്യുന്നുണ്ടല്ല, വേറെ ഓപ്ഷൻ ഉണ്ട്. യൂറോപ്പിലെ ഇറ്റലിയും അവിടെ സിസിലി അവിടെയൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ എല്ലാം നിനക്ക് വീട് കിട്ടും, ഈ ആൾക്കാർ ഇട്ടിട്ട് പോന്നേ. അത് റെനോവേറ്റ് ചെയ്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന്മാർ സബ്സിഡി തരും, എല്ലാം തരും, അവിടെ നിൽക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് വെറുതെ അല്ലേ. എടാ അവിടെ പോയി ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഇത് കിട്ടും, വിസ കിട്ടും. അതിന് ഈ പൈസ ഒക്കെ മതിയടാ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇത്രയും രൂപ കൊടുത്തു പോകുന്ന ഒന്നില് ഇവർക്ക് കാര്യത്തിനെ പറ്റി അറിഞ്ഞുകൂടാ. അതെ, കാര്യത്തിനെ പറ്റി, സോഷ്യൽ പ്രഷറും കാര്യത്തെ പറ്റി അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ മേ ബി വേറെ എന്തെങ്കിലും കാര്യം കാണും എന്റെ ബാക്കിൽ.
ചിലപ്പോ ആയിരിക്കും. നമുക്ക് ഭയങ്കരമാണ്. ചിലപ്പോ എൻടാങ്കിൾമെന്റ് ആയിരിക്കും. എൻടാങ്കിൾമെന്റും ആയിരിക്കും, പറയാനൊക്കത്തില്ല. ബട്ട് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന ഇതെല്ലാം ഉടായ്പ പരിപാടിയാ. പണി കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടിയതാ. കാര്യം യുഎസിൽ തന്നെ ഇത് പോറൊക്കെ വേണമെങ്കിൽ അവർക്ക് ഇപ്പം ഞാൻ ഇതിപ്പോ അമ്മാര് ബോർഡർ ക്ലോസ് ചെയ്യും. അമ്മാര് വേണേ വെടിവെച്ചു വെടിവെച്ച് വല്ല ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ വെടിച്ചോലും. വോളണ്ടിയർ ചെയ്യുന്നുണ്ട്, അവന്മാര് ഓർഡർ ഇട്ടിട്ടുണ്ട്, ഷൂട്ടഡ് സൈറ്റാ. എന്ന് വെച്ചാൽ വെടിവെച്ച് കൊല്ലാനുള്ള ഇവര് മെക്സിക്കോ ബോർഡറിൽ നിന്നാണ് കയറി പോകുന്നത്. അതല്ലേ പുള്ളിക്കാരൻ അവിടെ മൊത്തത്തിൽ ബോർഡർ അടച്ച് പൂട്ടുമെന്നൊക്കെ പറയുന്നത്. മൊത്തം ഈ ഇടം എനിക്കൊന്ന് ഈ മെക്സിക്കോ വരെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം പിന്നെ കാർട്ടലിന്റെ കയ്യിലാന്ന് തോന്നുന്നു. അവിടുത്തെ കാർട്ടലാണ് പിന്നെ ഫുള്ള്. അതുകൊണ്ട് എടാ ഇത് ബോർഡർ കയറി പോകുന്നതേ ഡയറക്റ്റ് മറ്റേ പരിപാടി മാത്രമൊന്നുമല്ല. ഈ ഇന്ത്യ പാകിസ്ഥാൻ സൈഡിൽ ടണൽ അടിച്ച് കയറത്തില്ലേ അവന്മാര്, ആ പരിപാടിയുണ്ട്. എല്ലാ പരിപാടിയും ഉണ്ടല്ലേ. അവന്മാരെ കയറ്റി വിടണമെന്നുണ്ട്, അവന്മാരൊക്കെ കയറ്റി വിടും. എടാ എവിടെയെങ്കിലും വെച്ച് ഇവന്മാരെ പൊക്കിയിട്ട് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ട് കാത്തു കിടക്കേണ്ടി വരും. പിന്നെടാ ഇതും 4 ചെയ്യാനും കാണൂടാ. ഇല്ലാതൊന്നും ഇത്രയും അവിടെ വരെ റിസ്ക് എടുത്ത് പോണേ ഡോക്കെല്ലാം 4 ചെയ്യാനുള്ള സെറ്റപ്പ് എന്തെങ്കിലുമൊക്കെ കാണും. അതാന്ന് തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുന്നേ, സീനൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഇവന്മാര് നീ പറഞ്ഞ പാസ്പോർട്ടിന്റെ കേസില് എടാ അവന്മാര് പൊക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാലും തിരിച്ചു വിടുമല്ലോ. അളിയ നീ വീണ്ടും സ്റ്റക്ക് ആയിരിക്കും. ഇപ്പം കാണാം. എടാ ഇവരതിന് ഇല്ലീഗലായിട്ടല്ലേ പോകുന്നത്. ഇവർക്ക് എന്ത് സീല്. ഇവര് ഇല്ലീഗലി അവിടെ എടാ എന്തായാലും 4 ചെയ്യാനുള്ള ഇത് ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇത്രയും പണി കിട്ടിയത് ഇപ്പൊ ട്രംപ് കൂടെ കയറിയത് കൊണ്ട് കൂടെ ആയിരിക്കണം. പുള്ളി പിന്നെ വേറൊരു ന്യൂസ് ഉണ്ടായിരുന്നു, ഗാസ സ്ട്രിപ്പ് മൊത്തം പുള്ളിക്ക് കൊടുക്കാനോ, പുള്ളി അവിടെ മൊത്തത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കുക. അമ്പത്തിമൂന്നോ 54ാമത്തെ സ്റ്റേറ്റ് എങ്ങോട്ടായിട്ട് യുഎസിന്റെ കൂടെ ചേർത്ത മക്കളെ എന്തൊക്കെയാ പുള്ളി പറയുന്നത്. പരിപാടിയൊക്കെ ഗ്രീൻലാൻഡിൽ വാങ്ങിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് ഇപ്പൊ. അതങ്ങനെ തോന്നടാ. എന്ന് വെച്ചാൽ ബാലൻസ് കൺട്രോൾ ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഒരു ഭയങ്കര അടിയായിരിക്കും, അല്ലെ ഒരു ഭയങ്കര ഫുള്ളി വൈഡ് ഇമ്പാക്ട് വരുന്നൊരു പരിപാടി ഉണ്ടാവും. അങ്ങനെ പിന്നെ സ്റ്റേബിൾ ആവും. ഒരു ഇതാടാ നേച്ചറിന്റെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്. അതെ, അവിടെ നിന്നുള്ള മറ്റേ ഒബ്സർവ് ചെയ്യുന്നവരുടെ കളികളായിരുന്നു മൊത്തം. അതെ ഇല്ലുമിനാറ്റികളെല്ലാം കാണുന്നുണ്ടല്ലേ. ഡിസ്ട്രിബ്യൂഷൻ പറ്റി പറയുന്നുണ്ട്, മറ്റേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കളിപോവും. അല്ല നീ ഇപ്പൊ പറഞ്ഞ ഇത്രയും തന്നെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ചുമ്മാ നോക്കിയായിരുന്നു. ഈ എന്താ പറഞ്ഞ വേവ് നേച്ചറും ഇതും കാണിക്കുന്നുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനം. പക്ഷെ നീ പറഞ്ഞൊക്കെ വെച്ച് വരുമ്പോഴത്തേനും കൂടുതൽ മനസ്സിലാക്കാൻ പോകുമ്പോഴത്തേനും കളിപോവും. ഇത് നോക്കാം. പളിയ ഇവിടെ വെച്ച് ഇതങ്ങ് കട്ട് ചെയ്യും. ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ് റെക്കോർഡിങ്.